പാലക്കാട് വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് വയോധിക മരിച്ച സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. വടക്കഞ്ചേരി അഞ്ചുമൂർത്തിമംഗലം സ്വദേശി അബ്ദുൽ കരീമാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുത്തു. അബ്ദുൽ കരീമിന്റെ പറമ്പിൽ വെച്ച് ഷോക്കേറ്റ് വയോധികയായ കല്യാണി മരിച്ചിരുന്നു. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ പ്രമേശാണ് ചേരുന്നത്. നിഖിൽ, ദാരുണമായ ഒരു സംഭവമായിരുന്നു, അതിൽ നടപടി ഉണ്ടായിരിക്കുന്നു, വിവരങ്ങൾ. കൃഷ്ണ, ജനുവരി 23-നാണ് 78-കാരിയായിട്ടുള്ള കല്യാണി ഈ അബ്ദുൾ കരീമിന്റെ പറമ്പിൽ വെച്ച് അവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണിത് വൈദ്യുതി ആഘാതമേറ്റുള്ള മരണമാണ് എന്ന് സ്ഥിരീകരിക്കുന്നത്. അന്ന് തന്നെ ഒരു ആദ്യഘട്ടത്തിൽ ഒരു അസ്വാഭാവികതയും ഈ വിഷയത്തിൽ പോലീസിന് അനുഭവപ്പെട്ടിരുന്നില്ല. പിന്നീട് ഈ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് വൈദ്യുതാഘാതമേറ്റാണ് അവരുടെ മരണമെന്ന് സ്ഥിരീകരിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് കാട്ടുപന്നിയെ പിടികൂടുന്നതിന് വേണ്ടി വെച്ച വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റാണ് ഇവർ മരിച്ചത് എന്ന് മനസ്സിലാകുന്നത്. പിന്നീട് ഏറെക്കാലം ഈ പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു. അബ്ദുൾ കരീമിന്റെ പറമ്പിൽ വെച്ചാണ് ഈ കല്യാണിക്ക് ഷോക്കേൽക്കുന്നത്. തുടർന്നാണ് ഇപ്പോൾ വടക്കഞ്ചേരി പോലീസ് ഈ പ്രതി അബ്ദുൾ കരീമിനെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് നടത്തിയ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് കാട്ടുപന്നിയെ പിടികൂടാൻ വേണ്ടി സ്ഥാപിച്ച കെണിയായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. ആ ഘട്ടത്തിൽ തുടർച്ചയായി പാലക്കാട് ജില്ലയിൽ തന്നെ പലയിടങ്ങളിലും കൃഷിയിടങ്ങളും മറ്റും സംരക്ഷിക്കാൻ കർഷകർ സ്ഥാപിച്ചിട്ടുള്ള ഇത്തരം വൈദ്യുതി വേലികളിൽ നിന്ന് ഷോക്കേറ്റ് നിരവധി ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് കല്യാണിയുടെ മരണവും ഉണ്ടാകുന്നത്. പക്ഷെ ആദ്യഘട്ടത്തിൽ ആരും തന്നെ ഇത് ഇത്തരത്തിലുള്ളൊരു മരണമാണ് എന്ന് കരുതിയിരുന്നില്ല. എന്തായാലും ഈ പ്രതിക്കെതിരെ ഇപ്പോൾ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. കൃഷ്ണ, ശരി. പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ പ്രമേശ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.